ശമ്പള പരിഷ്കരണം കൊണ്ടുവരുമെന്ന് സർക്കാർ പറഞ്ഞു. ശരിക്കു പറഞ്ഞാൽ 12ാമത്തെ ശമ്പള പരിഷ്കരണം കൊണ്ടുവരുമെന്ന് ജനുവരി 29 ബഡ്ജറ്റിലാണ് പറഞ്ഞത്. ജനുവരി 29 ബഡ്ജറ്റ് കഴിഞ്ഞതിന് ശേഷം ഇന്ന് ഫെബ്രുവരി 17 ആകുമ്പോൾ 3 ക്യാബിനറ്റുകൾ നടന്നിട്ടുണ്ട്. 4 ക്യാബിനറ്റുകൾ നടന്നു. 4 ക്യാബിനറ്റുകൾ നടന്നിട്ടും ഇതിനകത്ത് ഒരു തീരുമാനവും കമ്മീഷനെ വച്ചിട്ടില്ല. കമ്മീഷൻ വച്ചാൽ 3 മാസത്തെ സമയവും വേണം. അപ്പോൾ തെരഞ്ഞെടുപ്പിൻ്റെ ഇടയിൽ എങ്ങനെയാണ് ഈ പരിപാടി ചെയ്യുക? കരട് വോട്ടർ പട്ടിക ഈ മാസം 21 പ്രഖ്യാപിക്കും. അടുത്ത ആഴ്ച ഇലക്ഷൻ കമ്മീഷൻ അംഗങ്ങളുടെ സംസ്ഥാനത്ത് എത്തുന്നുണ്ട്. അവർ തിരികെ ഡൽഹിയിലെത്തിയാൽ എന്ന് പറഞ്ഞാൽ മാർച്ച് വളരെ ആദ്യത്തെ ആഴ്ച അല്ലെങ്കിൽ 2ാമത്തെ ആഴ്ചയ്ക്ക് പോവില്ല. അതിന് 15-ന് മുമ്പ് തിരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കും. ഈ മാസം അവസാനമോ അടുത്ത മാസം ആദ്യമോ ഇത് സംബന്ധിച്ച് പത്രവാർത്തകളൊക്കെ ധാരാളം വന്നിട്ടുണ്ട്. അതിന് മുമ്പുള്ള മന്ത്രിസഭകൾ തീരുമാനമായില്ലെങ്കിൽ കമ്മീഷൻ പുതിയ സർക്കാരിലേക്ക് നീളും. അത് ഈ കമ്മീഷൻ നിയോഗിച്ചാൽ തന്നെ ഇപ്പോൾ കമ്മീഷനെ വച്ചാൽ തന്നെ 3 മാസത്തെ കാലയളവ് കൊണ്ട് റിപ്പോർട്ട് എങ്ങനെയാണ് വരിക? ഈ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ ഒരിക്കലും വരാൻ കഴിയും. 2019 മുൻകാല പ്രാബല്യത്തോടെ 2021 ശമ്പള പരിഷ്കരണം നടപ്പാക്കിയത്. അതനുസരിച്ച് 12ാം ശമ്പളം 24 മുതൽ മുൻകാല പ്രാബല്യം നൽകേണ്ടി വരും. അതിനനുസരിച്ചുള്ള കുടിശ്ശിക നൽകാൻ നിലവിലെ സാഹചര്യത്തിൽ സർക്കാർ വളരെയധികം പ്രയാസപ്പെടും. എന്നാൽ മറ്റൊരു ബുദ്ധി ഇപ്പം കാണുന്നുണ്ട്. ഈ 13% DA ഉണ്ടായിരുന്നല്ലോ, അത് 3% കൊടുത്തല്ലോ. ബാക്കി 10% DA അടുത്ത ശമ്പളത്തോടു കൂടി കൊടുക്കാൻ പറ്റുമോ എന്നുള്ളത് പരിഗണിക്കും. ആകുമ്പോൾ DA മൊത്തം കൊടുത്തു എന്നുള്ള ഒരു കുറച്ച് പണം ഉദ്യോഗസ്ഥരെ ശമ്പളം DAറുമായിട്ട് ഉദ്യോഗസ്ഥരുടെയും പെൻഷൻ കാർഡ് അക്കൗണ്ടിൽ ചെല്ലുമ്പോൾ അവർ ഹാപ്പിയാണ്. കാര്യം നക്കാപ്പിച്ച കിട്ടിയ ഹാപ്പി ആവുന്ന സമൂഹമാണല്ലോ നമ്മൾ. കിറ്റ് കിട്ടിയപ്പോൾ ഹാപ്പി ആയവരാണല്ലോ. അപ്പോൾ അതുകൊണ്ട് ഹാപ്പി ആകും എന്നുള്ളൊരു നോക്കുണ്ട്. ജനുവരിയിൽ പ്രഖ്യാപിച്ച 2% മാത്രം അത് ശമ്പള പരിഷ്കരണത്തോടൊപ്പം കൊടുക്കാം. കാരണം കേന്ദ്രത്തിലും അത് കൊടുത്തിട്ടില്ലല്ലോ. അപ്പോൾ കൊടുക്കാം എന്നുള്ളതാണ് പറയുന്നത്. 23,000 കോടി രൂപയാണ് ശമ്പള പരിഷ്കരണത്തിന് ബഡ്ജറ്റിൽ വകയിരുത്തത്. പക്ഷേ കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിന് 25,000 കോടി രൂപ വേണ്ടി വന്നു. ഇപ്രാവശ്യത്തെ ശമ്പള പരിഷ്കരണത്തിന് അതിനേക്കാൾ കൂടുതൽ തുക വേണ്ടേ? ആ തുകയും ബഡ്ജറ്റിൽ വകയിരുത്തിയിട്ടില്ല. ഇനി അടിസ്ഥാന ശമ്പളത്തോടൊപ്പം ആ സമയത്തുള്ള ക്ഷാമബത്ത എത്രയാണോ, എത്ര പെർസെൻറ്റേജാണ് ക്ഷാമബത്ത, ആ ക്ഷാമബത്തയും ഫിറ്റ്മെൻറ്റ് അലവൻസും കൂടിയും സർവീസ് വേറ്റേജും ചേർത്താണ് പുതിയ ശമ്പളം നിശ്ചയിക്കുന്നത്. നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുള്ളതാണ്. അടിസ്ഥാന ശമ്പളം പ്ലസ് DA പ്ലസ് അത് കൂട്ടും പ്ലസ് ഫിറ്റ്മെൻറ്റ് അലവൻസ്. അത് ചിലപ്പോൾ 15 മുതൽ 20 മുതൽ ശതമാനം ഉണ്ടായിരുന്നു. അത് 10% ഇപ്പോൾ ആയിട്ടുണ്ട്. പ്ലസ് സർവീസ് വേറ്റേജ് കൊടുക്കുകയും കൊടുക്കാതിരിക്കുകയും ചെയ്യും. എന്നാൽ 2ാം പിണറായി സർക്കാരിൻ്റെ 11ാം ശമ്പള പരിഷ്കരണത്തിൽ, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ വേണ്ടി പ്രത്യേക ഫിക്സേഷൻ എന്ന് പറയുന്ന പരിപാടി ഒഴിവാക്കി. ഉദ്യോഗസ്ഥർക്കൊന്നും ഒരു പ്രശ്നമില്ല. കാരണം നമ്മളെ സഹാക്കളല്ലേ ഒഴിവാക്കിയത്. ആഗോളവൽക്കരണമല്ലേ, പിന്നെ മോദിയല്ലേ രാജ്യം ഭരിക്കുന്നത്. മോഡി സൈസ് തന്നില്ലല്ലോ എന്ന് പറഞ്ഞ് വേറെ നമ്മൾ തള്ളിമറിക്കും. 11ാം ശമ്പള പരിഷ്കരണത്തിൽ സാമ്പത്തിക ബാധ്യത കുറയ്ക്കാൻ വേണ്ടി ഫിക്സേഷൻ ഒഴിവാക്കി പകരം സ്റ്റേജ് ടു സ്റ്റേജ് ഫിക്സേഷൻ നടപ്പിലാക്കി. ഇതോടെ 1,880 രൂപയായി ചുരുങ്ങി. കിട്ടേണ്ടിയിരുന്ന വർധനവ് 1,880 രൂപ ചുരുങ്ങി. DA ലയിപ്പിച്ചു എന്നല്ലാതെ പ്രത്യേക ഫിക്സേഷൻ നേട്ടങ്ങളൊന്നും കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ ഉണ്ടായില്ല. ആർക്കും ഒരു പരാതിയുമില്ല. സെക്രട്ടേറിയറ്റ് മറിക്കുന്നില്ല, സെക്രട്ടേറിയറ്റ് മാർച്ചില്ല, സെക്രട്ടേറിയറ്റ് വളയലില്ല, തിരിയലില്ല, ഒന്നുമില്ല. നമ്മൾ വളരെ ഇനിയിപ്പോൾ സെമിനാറുകൾ വരുന്നു. പിന്നെ AKG സെൻറ്ററിൽ സെമിനാർ വരുന്നു. നമ്മളിപ്പം ബാഗൊക്കെ തൂക്കി നമുക്കെന്ന് ജീവിച്ചാൽ പോരെ. പാവപ്പെട്ട പിന്നെ പിരിവുണ്ട്, സംവിധാനങ്ങളുണ്ട്. നമുക്ക് നല്ല ആഫീസും സംവിധാനങ്ങളൊക്കെ ഉണ്ടല്ലോ, ജീവിച്ചാൽ പോരെ. സംഘടനയ്ക്കൊക്കെ അത് മതി. വേറെ ഇവിടെ ആർക്കും എന്താ വേണ്ടേ? 9ാം ശമ്പള പരിഷ്കരണത്തിൽ 10% ഫിറ്റ്മെൻറ്റ് അലവൻസ് വർഷം തോറും 0.5 സർവീസ് വേറ്റേജ് നൽകിയിരുന്നു. ഇതിലൂടെ ലാസ്റ്റ് ഗ്രേഡ് ജീവനക്കാർക്ക് പോലും കുറഞ്ഞത് 1,104 രൂപയുടെ വർധന ഉണ്ടായി. എന്നാൽ 10ാം ശമ്പള പരിഷ്കരണത്തിൽ 12% ഫിറ്റ്മെൻറ്റ് അലവൻസും സർവീസ് വേറ്റേജ് ലഭിച്ചതോടെ കുറഞ്ഞ ശമ്പള വർധന 2,200 രൂപയായി. ഇത്തവണ ഏത് രീതിയിൽ പരിഷ്കരിക്കും എന്നുള്ളതിനെ സംബന്ധിച്ച് യാതൊരു ധാരണയും ആയിട്ടില്ല. കാരണം അതിന് TOR വരേണ്ടതുണ്ട്. TOR വരുന്ന എപ്പോഴാണ്? ടേംസ് ഓഫ് റെഫറൻസ് വരുന്ന എപ്പോഴാണ്? കമ്മീഷൻ രൂപീകരിച്ചിട്ടാണ്. മോഹൻദാസ് നേരത്തെ പറഞ്ഞതാണ്. നേരത്തെ ശമ്പള കമ്മീഷനിൽ അതിൻ്റെ ചെയർമാനായിട്ടിരുന്നുള്ള പിന്നെ മോഹൻദാസ് IAS, റിട്ടയർഡ് IAS അദ്ദേഹം പറഞ്ഞതാണ് 3 മാസമെങ്കിലും എടുക്കും ഓഫീസ് തുറക്കാൻ. അപ്പോൾ ഓഫീസ് തുറക്കാൻ അവർ ചെയ്ത കാര്യം പറയുന്നത് ഒരു 8-10 മാസം എടുക്കും. പോട്ടെ, ഇത് 3 മാസം കൊണ്ട് റിപ്പോർട്ട് വരുമെന്ന് പറയാം. ഇതുവരെ കമ്മീഷനെ വെച്ചില്ല, TOR നിശ്ചയിച്ചില്ല, ടേംസ് ഓഫ് റെഫറൻസ് എന്താണെന്ന് പറഞ്ഞില്ല. കാരണം ഇതൊക്കെ പ്രൊസീജിയറാണ്. പക്ഷേ അത് പറയണം, അതിന് ഉത്തരവിറങ്ങണം, അവർക്ക് ഓഫീസ് കൊടുക്കണം, സ്റ്റാഫിനെ കൊടുക്കണം, പിന്നെ അവരുടെ റിപ്പോർട്ട് പല ഹിയറിങ്ങും അതും ഇതൊക്കെ നടത്തി റിപ്പോർട്ട് വരണം. കഴിഞ്ഞ അനാമലി ഒരുപാട് ചർച്ചകളുണ്ട്. ഇതൊന്നും നടന്നിട്ടില്ല. അതുകൊണ്ട് ശമ്പള പരിഷ്കരണം ആവിയായി പോകാൻ ആവിയല്ല. ചില പ്രഖ്യാപനങ്ങളിലൊക്കെ ഒഴുങ്ങി
ഞങ്ങളെ വീണ്ടും അധികാരത്തിലേറ്റിയാൽ സർക്കാരിലേക്ക് ഞങ്ങളെ മൂന്നാമത് കയറ്റിയാൽ ശമ്പള പരിഷ്കരണം തരാം എന്ന് പറയും. അപ്പോഴും 5 ലക്ഷം വരുന്ന 5.5 ലക്ഷം വരുന്ന സർക്കാർ ഉദ്യോഗസ്ഥരും 7-8 ലക്ഷം വരുന്ന പെൻഷൻകാരും എല്ലാം കൂടി ഒരു 10-12 ലക്ഷം വരുന്ന ആളുകൾ കീജെ വിളിക്കും. 3-0 സർക്കാർ വരട്ടെ, നമ്മൾക്ക് പെൻഷനും DRും DAയും കിട്ടും, ശമ്പള പരിഷ്കരണം കിട്ടുമെന്ന് പറഞ്ഞുകൊണ്ട് കീജെ വിളിക്കും. അതാണ് അടിമ രാജ്യത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത. അടിമ രാജ്യത്ത് ആരെയും നന്നാക്കിയെടുക്കാൻ പറ്റത്തില്ല. ഞാൻ പണ്ട് കാലത്ത് ഈ ആദിവാസി കോളനി, ഞാൻ ആദിവാസികളെ കുറ്റം പറയുകയല്ല, ഒരു ഹാബിറ്റ് പറയുകയാണ്. കോളനികളിൽ പലപ്പോഴും ചെല്ലപ്പോഴും അവർക്ക് പല സ്കീമുകളിലും കേന്ദ്ര സംസ്ഥാന സ്കീമുകളിൽ ലാട്രിൻ കൊടുത്തിട്ടുണ്ട്. ലാട്രിൻ അവർ സുഖമായിട്ട് ആടിനെയും പശുവിനെയൊക്കെ കെട്ടാനുള്ള, ആടിനെയാണ് കൂടുതലും കെട്ടുന്ന സ്ഥലമാക്കിയിട്ട് വീണ്ടും അവർ ഓപ്പൺ പറമ്പിലേ പോവുകയുള്ളൂ. അവരെ സംബന്ധിച്ചിടത്തോളം അതാണ് അവർക്ക് ശീലം. അതുപോലെ തന്നെ അവർക്ക് കാട്ടുമൂപ്പൻ പറയുന്നതാണ് അവരുടെ ആപ്തവാക്യം. വേറെ ആരും പറയുന്നതൊന്നും, അവർക്ക് നാട്ടിലെ നിയമങ്ങളൊന്നും അവരങ്ങനെ ശ്രദ്ധിക്കാറില്ല. അവർക്ക് കാട്ടുമൂപ്പൻ പറയുന്ന കൊച്ചു കൊച്ചു കാര്യങ്ങളൊക്കെ കേട്ടുകൊണ്ട് അവരങ്ങനെ സുഖമായിട്ട് കഴിയും. അതുപോലെ നമുക്ക് കുറേ അടിമകളുണ്ട് ഇവിടെ. ഈ അടിമകളാണ് ഈ രാജ്യത്തിൻ്റെ ശാപം. അത് അടിമ തൊഴിലാളികളെന്ന് പറയാം, ന്യായീകരണ തൊഴിലാളി എന്ന് പറയാം, ക്യാപ്സൂൾ പല പേര്, എന്ത് പേരുമാണ് ഇടാം. ഇവരാണ് ഇവിടുത്തെ സോ കാൾഡ് ഇൻഫ്ലുവൻസേഴ്സ്. അവർ തീരുമാനിക്കും ഇവിടെ എന്ത് വേണം, ഏത് ആഫീസിൽ എന്ത് വേണം, ആരെ ട്രാൻസ്ഫർ ചെയ്യണം, ആരെ പോസ്റ്റ് ചെയ്യണം, പ്രൊമോഷൻ ആർക്ക് കൊടുക്കണം, എല്ലാം അവർ തീരുമാനിക്കും. സുഖമല്ലേ? അതുകൊണ്ട് ഈ അടിമ രാജ്യത്ത് ശമ്പളം പരിഷ്കരിച്ചാലും സന്തോഷം, DA കിട്ടിയാലും സന്തോഷം, 2 DR പെൻഷൻകാർക്ക് പോയാലും സന്തോഷം, കഴിഞ്ഞ ശമ്പള പരിഷ്കരണത്തിൽ സർവീസ് വെയിറ്റേജ് കിട്ടാതിരുന്നാലും സന്തോഷം, ഇനി ശമ്പള പരിഷ്കരണങ്ങളിൽ ഇനി കിട്ടിയാലും സന്തോഷം, എന്ത് കിട്ടിയാലും വളരെ ഹാപ്പിയാണ് നമ്മൾ. കാരണം നമ്മളെ സംബന്ധിച്ചിടത്തോളം ആഗോളവൽക്കരണത്തിൻ്റെയും സ്വകാര്യവൽക്കരണത്തിൻ്റെയും ഉദാരവൽക്കരണത്തിൻ്റെയും ലിബറൽ നയങ്ങളുടെയൊക്കെ ഭാഗമായി എല്ലാം ഉഗാണ്ടയിലേക്ക് പോയിക്കൊണ്ടിരിക്കുന്ന സമയത്ത് ഇത്രയെങ്കിലും പൈസ കിട്ടുന്നുണ്ടല്ലോ. ഓരോ രംഗങ്ങളായി ഓരോ ദിവസവും സർക്കാർ സംവിധാനങ്ങളെയും സർക്കാരിൻ്റെ നടപടികളെയും നശിപ്പിച്ചുകൊണ്ടിരിക്കുന്ന പ്രവർത്തികളാണ് ഗവൺമെൻറ്റിൽ നിന്ന് വന്നുകൊണ്ടിരിക്കുന്നത്. പക്ഷെ അതൊന്നും കേൾക്കാനോ പറയാനോ കാണാനോ ഒരു മനുഷ്യനിവിടെയില്ല. ശക്തിയുള്ളവർ ശക്തമായി നിന്നിട്ട് അവർ അതിനെ സപ്പോർട്ട് ചെയ്യുമ്പോൾ, ശക്തിയില്ലാത്തവർ പാവങ്ങൾ വല്ല കരിങ്കൊടിയൊക്കെ കുത്തി അല്ലെങ്കിൽ ഒരു ബാഡ്ജൊക്കെ കുത്തി ഒരു ദിവസം എന്തെങ്കിലുമൊക്കെ സമരം നടത്തി അങ്ങ് പോകും. ഇതിൻ്റെ ഇടയ്ക്ക് NGO അസോസിയേഷൻകാർ സെക്രട്ടേറിയറ്റ് നടയിൽ സമരം നടത്തിയിട്ട് പറഞ്ഞു, ഞങ്ങൾ ജില്ലാ കേന്ദ്രങ്ങളിലേക്കും ഞങ്ങൾ കേരളം ഇളക്കി മറിക്കുമെന്ന് പറഞ്ഞു. പക്ഷേ എന്തെങ്കിലും നടക്കുന്നുണ്ടോ എന്ന് എനിക്കറിയില്ല, നമുക്കറിയില്ല. ആരെങ്കിലും എന്തെങ്കിലും ഉണ്ടെങ്കിൽ നമുക്ക് റിപ്പോർട്ട് ചെയ്യാം. പക്ഷേ അങ്ങനെ കാണുന്നില്ല. എന്തായാലും വളരെ രസകരമാണ് കേരളത്തിലെ ശമ്പള പരിഷ്കരണം. അത് ആവിയായി പോകാൻ സാധ്യതയുണ്ട്. ചിലപ്പോൾ കമ്മിറ്റിയെ വച്ച് കമ്മിറ്റി എന്തെങ്കിലുമൊക്കെ റിപ്പോർട്ട് എഴുതി കൊടുത്തതിന് ശേഷം ഞങ്ങളെ തിരഞ്ഞെടുക്കൂ, ഞങ്ങൾ ശമ്പള പരിഷ്കരണം തരാം എന്ന് പറഞ്ഞ് അടുത്ത ഗവൺമെൻറ്റിൻ്റെ കോർട്ടിലേക്ക് ബാൾ വലിച്ചടിക്കാൻ എല്ലാ സാധ്യതയുമുണ്ട്.